കോഴിക്കോട് പന്നിയങ്കരയുള്ള സംഭവം ഇവിടെ റിപ്പോർട്ടർ ചാനൽ പറഞ്ഞ് അവർ എൻ്റെ റിപ്പോർട്ടൊക്കെ വലിയ ഭയങ്കരമായിട്ട് കാണിച്ചു. അവിടെ ഉണ്ടായിരുന്ന കിരൺ എന്ന് പറഞ്ഞൊരു സബ് ഇൻസ്പെക്ടർ ഡ്രഗിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടി 40 കേസുകൾ ഒരു മാസം രജിസ്റ്റർ ചെയ്തു. ഗ്രേറ്റ്. അവിടെ അദ്ദേഹത്തെ മാറ്റാൻ വേണ്ടി സമരമുണ്ടായി. CPM-ൻ്റെ നേതൃത്വത്തിൽ സമരമുണ്ടായി, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സമരമുണ്ടായി. ഈ സമരത്തിനകത്ത് പങ്കെടുത്ത CPM-ൻ്റെ, കാരണം ഇൻ ഡീറ്റെയിൽ ആണ്, കേരള പോലീസിനെ അകത്തുനിന്ന് ഇട്ട ഡീറ്റെയിൽ ആണ്. അതിന് പങ്കെടുത്തതിൽ 90% അവിടെയുള്ള പ്രത്യേക മൈനോറിറ്റി കമ്മ്യൂണിറ്റിയാണ്. ESIയെ മാറ്റം ഇത് ഡ്രഗിനെതിരെ, കാരണം ഡ്രഗ് ഇയാൾ മുക്കി. അപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടിയല്ലേ ഇത് യഥാർത്ഥത്തിൽ ആരാണ് ഇതിൻ്റെ ഉത്തരവാദി? ആരാണ് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത്? കേരളം ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി, കേരളത്തിൻ്റെ പ്രതിപക്ഷമായ പൊളിറ്റിക്കൽ പാർട്ടി. എന്തുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്? കാരണം വോട്ട് ബാങ്ക്, പിന്നെ മതം. ഇവരെ പണക്കാൻ പറ്റത്തില്ല. ഇതിന് വേർത്ത അംബ്രല പോലെയുള്ള ആ സപ്പോർട്ട് എവിടെ നിന്നാണ് വരുന്നത്? ഉറപ്പായിട്ടും ലീഗിൻ്റെ ഭാഗത്തു നിന്ന്. അപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ സപ്പോർട്ട്, അതിലെ പ്രതിപക്ഷത്തിൻ്റെ സപ്പോർട്ട്, പ്രധാന പാർട്ടിയായ മുസ്ലിം ലീഗിൻ്റെ സപ്പോർട്ട്. ഇത് തന്നെയാണ് സ്വർണ്ണ കച്ചവടത്തിൽ സംഭവം ഉണ്ടായത്. എടുത്തു നോക്കി എന്താണ് സംഭവിച്ചത് അൾട്ടിമേറ്റ്ലി. കാരണം ഇതുമായിട്ടെല്ലാം വെൽ കണക്റ്റഡ് ആണ് ഈ പറയുന്ന സംഭവം. അതാണ് ഈ പറയുന്ന അംബ്രല ഓർഗനൈസേഷൻ.